ഹലോ ഓൾ. അപ്പോൾ ഇന്നാണ് നമ്മുടെ കല്യാണ ദിവസം വന്നിട്ട്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് കല്യാണ വിശേഷങ്ങൾ, കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നു, ഓർണമെൻറ്റ്സ് എടുക്കാൻ പോകുന്നു, എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഇന്നാണ് ശരിക്കും നമ്മുടെ കല്യാണം. അപ്പോൾ തലേ ദിവസത്തെ പരിപാടികളൊന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റില്ല, ഓരോ തിരക്കുകളും കാര്യങ്ങളൊക്കെ കാരണം. അപ്പോൾ ഇതേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഹോട്ടൽ സ്റ്റേ വന്നിട്ട്, അപ്പോൾ കല്യാണത്തിൻ്റെ അന്ന് രാവിലെ ഒരുങ്ങുകയാണ്. മേക്കപ്പൊക്കെ ഞാൻ ഏകദേശം ലൈറ്റ് മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എടുക്കാനായിട്ടുള്ള ടൈമില്ല, നമുക്ക് 10:30-ക്കാണ് കല്യാണം, പെട്ടെന്ന് തന്നെ ഒരുങ്ങി ഇറങ്ങണം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ തൊട്ട് മുന്നേയിട്ട വീഡിയോ അല്ലേ, റെൻ്റൽ ജ്വല്ലറി എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മാലയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഈ ഒരു ഡ്രസ്സിൻ്റെ കൂടെ നല്ല മാച്ചാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടുകയാണ്. പിന്നെ എൻ്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് ഞാൻ ഇത് മെറ്റീരിയലായിട്ട് നമ്മുടെ ഹാ ഡിസൈൻസ് എന്ന് പറയുന്ന ഇൻസ്റ്റയിലൊക്കെ പേജ് ഉണ്ടാവുമല്ലോ, ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഞാൻ ഈ ഡിസൈൻ ഞാൻ അല്ലാണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് തന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞങ്ങളുടെ സ്ഥലത്തുള്ളൊരു ചേച്ചിയാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കും. അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അത് വളരെ അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഇത്രയും തന്നെ ചെയ്ത് കിട്ടിയത്. ഒരു 1500 ആ ഒരു റേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ യുണീക്ക് ഡിസൈൻസ് എന്നാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ പേര് വന്നിട്ട്. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസും തരാം. അപ്പോൾ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയൊരു ഡിസൈനാണ് കേട്ടോ ഇത്. ഞാൻ കൊടുത്ത റെഫറൻസിനേക്കാളും അടിപൊളിയായിട്ടാണ് ചേച്ചി ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസൈൻ ചെയ്ത് കൊടുക്കുക മാത്രമല്ല, ആരി വർക്ക് പഠിപ്പിക്കുന്ന ഒരു അക്കാഡമി കൂടിയാണ്. അപ്പം ആരി വർക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ നല്ല അഫോർഡബിൾ റേറ്റിൽ സൂപ്പറായിട്ടുള്ള ഡിസൈൻസൊക്കെ കിട്ടണമെന്നുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണമെന്നുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഈ ഒരു കമ്മൽ ഞാൻ റെൻറ്റിലെടുത്തതാണ് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സെപ്പറേറ്റ് എടുത്തതാണ്, മാലയുടെ കൂടെ മാച്ചിങ് ഒന്നുമില്ല കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നന്ദൂട്ടിക്ക് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഒന്ന് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ കിടക്കണം. ഇതിന് കുറച്ച് ലെങ്ത് ഇങ്ങനെ കൂടുതലാ. അങ്ങനെ ഞാൻ ചേച്ചിമാർക്ക് പൂവൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കുഞ്ഞ് എവിടെ തന്നെ ചോദിക്കണമൊന്നുമില്ലല്ലോ. ഇതിന് ലെങ്ത് കുറവുള്ളതൊക്കെ ഉണ്ട് ഇല്ലേ? അപ്പോൾ അവിടെ ഒരാൾ സ്വിച്ച് ഇടാൻ പറഞ്ഞിട്ടായിരുന്നു ഇത്രയും നേരം സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നത്. അത് വൻ കോമഡി ആയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? പൊളി. എന്താ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ഓവറോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. 2 മിനിറ്റല്ല 2 കാലെടുത്ത് വെച്ചാലുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ അതേ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഫുഡിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മസാല ദോശ എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഇനി കഴിച്ചിട്ട് ഇറങ്ങണം. ഇപ്പം തന്നെ സമയം നല്ല ലേറ്റായി. 10:30-ക്കായിരുന്നു കല്യാണം, ഇപ്പോൾ തന്നെ 10:20 അങ്ങനെ ആയി കാണും. നല്ലോണം ഓടി കേട്ടോ, നല്ലോണം ഓടി. നമുക്ക് കണ്ടുപിടിക്കാനും പാടാണല്ലോ, ഭയങ്കര തിരക്കല്ലേ. അപ്പോൾ എവിടെയാണ് നമ്മുടെ ബ്രൈഡും ഗ്രൂമും എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നില്ല. കല്യാണം അറിയാമല്ലോ, ഗുരുവായൂർ ഭയങ്കര തിരക്കല്ലേ.
അപ്പോൾ നമ്മൾ നമ്മുടെ കല്യാണ ചെക്കനെയും പെണ്ണിനെയും തിരഞ്ഞ് നടക്കുകയാണ്. കാരണം നമ്മുടെ ഹോട്ടൽ സ്റ്റേയും പിന്നെ നമ്മുടെ ആൻറ്റിയുടെ മോളുടെ കല്യാണമാണ്. അപ്പോൾ അവർ നിന്നതും മറ്റൊരു വീട്ടിലാണ്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഫോണിൽ വിളിച്ചാലും കിട്ടില്ലല്ലോ, കാരണം അത്രയും തിരക്കല്ലേ. ബ്രൈഡിൻ്റെ അച്ഛനും അമ്മയും ആകുമ്പോൾ അത്രയും തിരക്കാണ്. ആരെയും ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ കുറേ ഓടി 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 ഇതുപോലെ കുഞ്ഞു 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 മണ്ഡപങ്ങളുണ്ട്. അവിടെ എല്ലാം നമ്മുടെ ആൾക്കാരുണ്ടോ, നമ്മുടെ പെണ്ണും ചെക്കനും ഉണ്ടോ എന്ന് നോക്കി നടപ്പായിരുന്നു. അവസാനം നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. പക്ഷേ കല്യാണത്തിന് മുന്നേ തന്നെ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. കെട്ടിന് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. ദൈവം പോകുന്നു. അങ്ങനെ സമാധാനമായി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെണ്ണും ചെക്കനും. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിന് കെട്ടിന് മുന്നേ എന്തായാലും ഓടിയെത്തി. എങ്ങനെയൊക്കെ ഓടിപ്പറന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വെഡ്ഡിങ് കാണാം. അപ്പോൾ എങ്ങനെയൊക്കെ ആ തിരക്കിൻ്റെ ഇടയിൽ നിന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഐശ്വര്യമായിട്ട് കെട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓഡിറ്റോറിയത്തിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഓഡിറ്റോറിയം ഇവിടെ ഒരു 10-20 മിനിറ്റൊക്കെ ദൂരം ഉണ്ടാവും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് പിന്നെ വേറെ സമയമൊന്നും കിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇങ്ങ് പോകുന്നു. അപ്പോഴേക്കും തന്നെ എൻ്റെ മുടിയൊക്കെ ഒരു പരുവായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും ഒന്ന് സ്വീകരിക്കുന്ന കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കെട്ട് കഴിഞ്ഞിട്ടാണോ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സ്ഥലത്താണല്ലോ കെട്ട് കഴിഞ്ഞിട്ടാണല്ലോ ഓഡിറ്റോറിയത്തിലേക്ക് വന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ചെറിയൊരു സ്വീകരണം കൊടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താലമൊക്കെ എടുത്ത് നമ്മുടെ കുട്ടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അമ്മമാരൊക്കെയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ അവരും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂമിനെ സ്വീകരിക്കുന്നത് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രൂം, അതായത് നമ്മുടെ കല്യാണ ചെക്കനെ സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ കല്യാണ പെണ്ണിനെയും സ്വീകരിച്ച് കൊണ്ടുവരികയാണ്. കൂടെ നിൽക്കുന്ന ആങ്ങളെയും പിന്നെ ആങ്ങളമാരും അമ്മമാരൊക്കെയാണ് സ്വീകരിക്കുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ഒരു രസമുണ്ടായിരുന്നു അതൊക്കെ കാണാനായിട്ട്. അപ്പം നമ്മുടെ കല്യാണവും പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഹാരവും കാര്യങ്ങളൊക്കെ ഇട്ടു.
സെറ്റായിട്ടുണ്ട്. കല്യാണമൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് അടുത്ത പരിപാടി ഫുഡ് അടിയാണല്ലോ. അപ്പോൾ ഇതേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള സദ്യയൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പരിപ്പാണ് കേട്ടോ വിളമ്പുന്നത്. അപ്പോൾ ഇവിടെങ്ങളിലാണ് ഞാൻ ആദ്യം തന്നെ സാമ്പാർ വിളമ്പുന്നത് കാണുന്നത് കേട്ടോ. പിന്നെ അടിപൊളിയായിട്ടുള്ള പാലട പായസവും പരിപ്പ് പായസവും അങ്ങനെ ഏതാണ്ടൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുഡ് അടിയും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മുടെ പെണ്ണിനെ പിന്നെ എന്താ കൊണ്ടുപോവാണ്. അപ്പോൾ ഇത് നമ്മുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ്. അതായത് റിസപ്ഷൻ പിറ്റേ ദിവസമായിരുന്നു കല്യാണത്തിൻ്റെ. അപ്പം ഞങ്ങൾ റിസപ്ഷൻ ഒരു 12:30 മുതൽ 3:30 3 വരെ ആയിരുന്നു. അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ അതൊന്നും ഒരുങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം പെട്ടെന്ന് തന്നെ ഷടപടേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങായിരുന്നു. അപ്പം ഇതായിരുന്നു ഞാൻ എൻ്റെ റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് കാണാം, ആ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ടൊരു ഹാങ്ങിങ്സ് ഇല്ലേ. ഇത് ഞാൻ ഡ്രസ്സ് വാങ്ങിയപ്പോൾ ഒന്നും ഇല്ലായിരുന്നു. ഇത് ഞാൻ യൂണിക് ഡിസൈൻസിൽ കൊടുത്ത് ഇങ്ങനെ ഹാങ്ങിങ്സ് ഇടാൻ വേണ്ടി പറഞ്ഞാണ് കേട്ടോ. ഒരു 150-200 ആ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി വന്നപ്പോൾ ഒരു എക്സ്ട്രാ ഒരു രസമുണ്ട് കാണാനായിട്ടല്ലേ. അങ്ങനെ ഇതാണ് അപ്പോൾ എൻ്റെ ഒരു റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇതിൻ്റെ വ്ളോഗൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വെറ്റ്ലാൻഡിൽ നിന്ന് എടുത്തതാണ്, നമ്മുടെ ആറ്റിങ്ങൽ വെറ്റ്ലാൻഡിൽ നിന്ന്. അപ്പോൾ ഇത് നമുക്ക് പോകാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രാവലറിലാണ് പോകുന്നത്. കുറേ ബന്ധുക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരു വണ്ടിയിൽ പോവാണ്. പിന്നെ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ടുള്ള ഈ കമ്മലല്ലേ, ഇത് ഞാൻ അവിടെ നിന്ന് റെൻറ്റിലെടുത്ത കമ്മലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് മാച്ചായ ഒരു കമ്മൽ തേടി കുറേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് കിട്ടിയത്. എനിവേസ് അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ പട്ടാമ്പിയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ്റെ വീട് വന്നിട്ട് പട്ടാമ്പിയിലാണ്, അപ്പോൾ പാലക്കാട്. അപ്പോൾ അവിടുത്തെ റിസപ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് റിസപ്ഷൻ പരിപാടികളും വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം. ഇത് വിവാഹിതരായ 1000 ആശംസകൾ വരികയാണ്. എല്ലാവരും അവരുടെ ഭാവി ജീവിതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അതിലുപരി താഴെയുള്ള ആളുകളൊക്കെ ഇത് വന്നതിന് ശേഷം നമുക്ക് അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കേക്ക് കട്ടിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു അനൗൺസ്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ കുടുംബക്കാരും കൂടി ചേർന്ന് നമ്മുടെ കേക്ക് മുറിക്കുന്ന ചടങ്ങിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എനിക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ സ്റ്റേജിൽ കയറിയ സമയത്ത് ഇങ്ങനെ കിട്ടിയുള്ളൂ. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട്. കേക്ക് കട്ടിങ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഫോട്ടോഷൂട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇതാണ് ഫുഡ് കഴിക്കുന്ന ഇടം. ബുഫേ ആയിരുന്നു, കുറേ എന്തൊക്കെയോ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇന്ന് എന്തോ റൈസ് കഴിക്കാനുള്ള ഒരു മൂഡിലായിരുന്നു ആ ഒരു 1-1:30 ആ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനത്തെ പൊറോട്ട, പത്തിരി, ചപ്പാത്തി അങ്ങനത്തെ ഒരു ഐറ്റംസ് ഒന്നും വാങ്ങിയില്ല. ഫ്രൈഡ് റൈസ് അല്ല, സോറി, ചിക്കൻ ബിരിയാണി, അങ്ങനത്തെ നെയ്ച്ചോറ് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം, പുഡിങ്ങൊക്കെ ഉണ്ട്. വാനില പുഡിങ്, പിന്നെ നമ്മുടെ മാംഗോ പുഡിങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞങ്ങളിത് തൃശ്ശൂർ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു കുഞ്ഞു കല്യാണ വിശേഷം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.